ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ കുറച്ച് ട്രെയിലർ അപ്ഡേറ്റുകളെ പറ്റിയും റിലീസ് ഡേറ്റുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം സംസാരിക്കാൻ പോകുന്നത് നരിവേട്ട. സിനിമ റിലീസാകാൻ പോകുന്നത് മെയ് 23-ാം തീയതിയാണ്. ചിത്രത്തിൻ്റെ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്, വാടാ വേട പറഞ്ഞിട്ട്. പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും നല്ലൊരു പ്രതീക്ഷ തോന്നിയ സിനിമയാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. സിനിമ ഈ വരുന്ന മെയ് 23-നാണ് റിലീസ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഞാൻ റിവ്യൂ ഇടുന്നതാണ്, അതും കാണണം. കൂടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് ഇനി അടുത്തായി റിലീസാകാൻ പോണ മലയാളത്തിലൊരു ഹൈപ്പുള്ള പടം. ധ്യാനിൻ്റെ തുടർച്ചയായിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങൾക്ക് ശേഷം ഈ ചിത്രം നല്ലൊരു ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിന്നൽ മുരളി യൂണിവേഴ്സിൽ വരുന്ന പടമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ ജി എന്ന് പറഞ്ഞവരാണ്. ഇവരുടെ ഒരു കോമ്പിനേഷനാണ്. പടം എന്തായാലും കുറച്ചെങ്കിലും നന്നാവണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ വെച്ചാൽ മിന്നൽ മുരളി യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിത് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരോളം ഇവരായിട്ട് നശിപ്പിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അമീനും ടീമൊക്കെ സിനിമയിലുണ്ട്. കോമഡിക്ക് പഞ്ഞുണ്ടാവില്ലെന്ന് വിചാരിക്കണം. സിജു വിൽസനും ഒരു പ്രധാന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ട്രെയിലറും അത്യാവശ്യം ഇമ്പ്രസീവായിരുന്നു. നിങ്ങളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോബഡി 2 എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. നോബഡി എന്ന ചിത്രം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കിടിലൻ ആക്ഷൻ ഫിലിമായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ഇവർ കൊണ്ടുവരുന്നത് ഇപ്പോൾ അതേ പഴയ കാസ്റ്റിനെ തന്നെയാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. കൂടെ ടിമോ ജെറാൻഡോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 15-നാണ് ചിത്രം റിലീസാകാൻ പോണത്. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത്യാവശ്യം ആക്ഷൻ അഡ്വഞ്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ്. കൂടെ നമ്മളെ അണ്ണൻ ഒരു കംബാക്ക് നടത്താൻ പോകുന്നുണ്ട്. ആ മുത്തപ്പൻ ഉണ്ടല്ലോ ഈ പടത്തിലുണ്ടാകും, മുത്തശ്ശൻ. അങ്ങേരുടെ ഒരു കുറച്ച് ഞെരിപ്പ് പരിപാടി ഇതിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പടം നന്നാവുമെന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ് 15-ന് പടം കാണണം. റിവ്യൂ എന്തായാലും അക്കൗണ്ടിൽ വരുന്നതായിരിക്കും, നിങ്ങളും കാണണം കേട്ടോ. അടുത്തായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജുറാസിക് വേൾഡ് റീബർത്ത്. ജുറാസിക് വേൾഡ് കഴിഞ്ഞ ലാസ്റ്റ് ഇറങ്ങിയ ഭാഗം വളരെ മോശമായിരുന്നു. അപ്പോൾ രണ്ടാമത് അവർ റീബൂട്ട് ചെയ്തിട്ടാണ് വരുന്നത്. സ്കാർലറ്റ് ജോഹാൻസനും മഷറാലിയൊക്കെയാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ. പഴയ റൈറ്റേഴ്സൊക്കെ തിരിച്ചു വരുന്നുണ്ടെന്നാണ് കേട്ടത്. എന്തായാലും പടം നന്നാവും തോന്നുന്നു. കാരണം ട്രെയിലർ അത്യാവശ്യം ഹൊറർ ഫീൽ ചെയ്യുന്നുണ്ട്. ഡാർക്കായിട്ടാണ് ഒരുപാട് പേടിക്കുന്ന നമുക്ക് തിയേറ്ററിൽ അടുത്തായിട്ട് പറയാൻ സീരീസിനെ പറ്റിയിട്ടോ. സ്ക്വിഡ് ഗെയിം സീസൺ 3യുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ജൂൺ 23-നാണ് റിലീസാകാൻ പോകുന്നത്. 27-നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിൽ. എല്ലാവരും കാണണം. നമ്മൾ തുടർച്ചയായി കണ്ടാണ്. 18+ ആണ്, അതുകൊണ്ട് കുട്ടികൾ കാണാൻ പാടില്ല, മുതിർന്നവരൊക്കെ കാണണം. അത്യാവശ്യം കിട്ടുന്ന സീരീസ് ആയിരുന്നു. അത് എങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. എനിക്കുണ്ട്. കഴിഞ്ഞ 2 സീസണും അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഈ സീസൺ എന്താണെന്നുള്ളതാണ് അറിയാനുള്ളത്. അടുത്ത് പറയാൻ പോകുന്നത് തഗ് ലൈഫിനെ കുറിച്ചാണ് കേട്ടോ. ഇതിനൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കിടിലം ഫിലിമാവും എന്നുള്ള കാര്യം ഇപ്പം തന്നെ എനിക്ക് ഉറപ്പാണ്. അത്രയും കിടിലം വിഷ്വൽസാണ് പടത്തിൻ്റെ ട്രെയിലർ റിലീസായപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കമലഹാസനും പിന്നെ ചിദംബരത്തിനും എല്ലാവരും ഈ സിനിമയിൽ കിടിലം പെർഫോമൻസ് ആവുന്നതാണ്. പിന്നെ AR റഹ്മാൻ്റെ മ്യൂസിക് വേറെ ലെവലായിരുന്നു കേൾക്കുമ്പോൾ തന്നെ. മണിരത്നത്തിൻ്റെ മേക്കിംഗ് അടിപൊളിയായിരിക്കും. സ്റ്റോറി കൂടെ ഒന്ന് ബെറ്ററായ പടം സൂപ്പറായി ഹിറ്റാവും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല എനിക്ക്. നല്ല പ്രതീക്ഷയുള്ള ഫിലിമാണ്. ഈ ചിത്രം റിലീസാകാൻ പോകുന്നത് അടുത്ത മാസമാണ്. എന്തായാലും പോയി കണ്ടു നോക്കണം. അടുത്തത് മലയാളത്തിൽ നിന്നുള്ളൊരു സിനിമയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലേഴ്സ് എന്നാണ് സിനിമയുടെ പേര്. ഇന്ദ്രജിത്തും അനശ്വരരാജനാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട്. ദീപു കരുണാകരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 23-നാണ് ചിത്രം റിലീസാകുന്നത്. കണ്ടിട്ട് എനിക്ക് വലിയൊരു ഇമ്പ്രസീവായിട്ടൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് പടമാവുമെന്നാണ് തോന്നുന്നത്. വലിയൊരു സൂപ്പറായിട്ട് പറയാനൊന്നുമില്ല. അടുത്തതാണ് ഞാൻ നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടം, വാർ 2. വാർ 1 എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്പൈ ത്രില്ലർ ഫിലിമായിരുന്നു. യാഷ്രാജ് ഫിലിംസിൻ്റെ സ്പൈ യൂണിവേഴ്സിൽ വന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ഫിലിമായി എനിക്ക് തോന്നിയത് വാർ 1 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ കൂടെ NTR ഉണ്ട് സിനിമയിൽ. ഒരു ഹൈ ബഡ്ജറ്റിൽ വരുന്നൊരു കിടിലൻ സ്പൈ ത്രില്ലറാണെന്നൊക്കെയാണ് പറയുന്നത്. സൽമാൻ്റെയും ഷാറുഖ് ഖാൻ്റെ ഒക്കെ ക്യാമിയോ ഉണ്ടെന്നും പറയുന്നുണ്ട്. പോരാത്തതിന് ഈ ചിത്രം ക്ലാഷ് വയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് തമിഴിലെ ഏറ്റവും ഹൈപ്പുള്ള പടമായ കൂലിയുമായിട്ടാണ്. കൂലിയും വാറും തമ്മിലുള്ളൊരു പോരാട്ടം തന്നെ നമുക്ക് കാണാൻ കഴിയും ഓഗസ്റ്റ് 14-നാണ് ഇതെല്ലാവരും പറയുന്നത്. ഏത് സിനിമയാണ് ആദ്യം 1000 കോടി ക്ലബ്ബിൽ കയറുന്നത് എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ട്രെയിലറിലൊക്കെ ഋത്തിക് റോഷൻ്റെ ലുക്കും NTRൻ്റെ ലുക്കും കൂടെ കേരാദ്വാനിയുടെ ഒരു ബിക്കിനി ലുക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതും വേറെ ലെവലാണ്. ഇപ്പോൾ ഫുള്ള് അതാ കളിക്കണേ. എന്തായാലും എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടുനോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റിന് വേണ്ടി